കായിക വകുപ്പിനെതിരായ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റിന്റെ പ്രസ്താവന നിരുത്തരവാദപരമെന്ന് സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് യു ഷറഫ് അലി. സംസ്ഥാന കായിക വകുപ്പ് നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇത്തവണ 4.5 കോടി രൂപയാണ് സർക്കാർ ദേശീയ ഗെയിംസിനാണ് അനുവദിച്ചത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് മലയാളിയായിട്ട് പോലും നിസ്സഹകരണമാണ്, ഒരു സഹായവും ചെയ്തില്ല എന്നാണ് യു ഷറഫ് അലി കുറ്റപ്പെടുത്തിയത്. ഒരു ഒളിമ്പിക് അസോസിയേഷനെ പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തീർത്തും നിരുത്തരവാദിത്തപരമായ പ്രസ്താവനയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കായിക വകുപ്പിൻ്റെയും തീർത്തും നല്ല രീതിയിലുള്ള പിന്തുണയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പറയാൻ കഴിയും. 4.5 കോടി രൂപ നാഷണൽ ഗെയിംസിൻ്റെ തയ്യാറെടുപ്പിന് വേണ്ടി സംസ്ഥാന സർക്കാർ അനുവദിച്ചു എന്നുള്ളതാണ് സത്യം. മലയാളിയായ പ്രസിഡൻ്റായിട്ട് പോലും അത്തരത്തിൽ അനുകൂലമായ, കേരളത്തിനേറെ അനുകൂലമാവുന്നൊരു തീരുമാനമെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ്. അതിന് പിന്തുണ നൽകുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമാണ് കേരള ഒളിമ്പിക് അസോസിയേഷനും നിലപാടെടുത്തിട്ടുള്ളത്. മുബഷീർ പി അക്ബറുടെ വിശദാംശങ്ങളുമായി. മുബഷീർ, കായിക മന്ത്രിയെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് ഒപ്പം ഒളിമ്പിക് അസോസിയേഷനെ തള്ളുന്ന ഒരു നിലപാട് തന്നെയാണ് സ്പോർട്സ് കൗൺസിൽ സ്വീകരിക്കുന്നത്, അല്ലേ? വിനീത, നമുക്കറിയാം, ഇക്കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ ദയനീയ പ്രകടനത്തിന് പിന്നാലെയായിരുന്നു സംസ്ഥാന കായിക വകുപ്പിനെതിരെയും സംസ്ഥാന സ്പോർട്സ് കൗൺസിലിനെതിരെയും അതിരൂക്ഷ വിമർശനവുമായി ഒളിമ്പിക് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി രംഗത്ത് വന്നിരുന്നത്. സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടുള്ള സുനിൽ കുമാർ അതിരൂക്ഷ വിമർശനമായിരുന്നു മന്ത്രിക്കെതിരെയും ഈ പ്രസിഡന്റിനെതിരെയും ഉന്നയിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും അതിനെതിരെയാണ് ഇപ്പോൾ മറുപടിയുമായിട്ട് സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള യു ഷറഫ് അലി രംഗത്ത് വന്നിരിക്കുന്നത്. ഒളിമ്പിക് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാറിന്റെ അത്തരമൊരു പ്രസ്താവന നിരുത്തരവാദപരമായി പോയി എന്നുള്ളതാണ് യു ഷറഫ് അലി വ്യക്തമാക്കുന്നത്. സ്പോർട്സ് വകുപ്പിനെ സംബന്ധിച്ച് ഈ ഒരു ദേശീയ സ്പോർട്സ് മീറ്റിംഗ് പോകുന്നതിന് മുൻപായി തന്നെ ഏകദേശം 4.5 കോടി രൂപ പരിശീലനത്തിനായി സർക്കാർ അനുവദിച്ചിരുന്നു. മികച്ച പ്രവർത്തനം തന്നെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കായിക വകുപ്പ് നടത്തിയിരുന്നത്. എന്നാൽ ദേശീയ ഗെയിംസിൽ നിന്നും ഇത്തരത്തിൽ കളരിപ്പയറ്റെടുത്ത് ഒഴിവാക്കിയതാണ് ഇത്തവണ ദയനീയ പ്രകടനത്തിന് കാരണമായത് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായിട്ടുള്ള മലയാളി കൂടിയായിട്ടുള്ള PT ഉഷയ്ക്കെതിരെയും നിശ്ചിതമായ വിമർശനങ്ങൾ തന്നെയാണ് യു ഷറഫ് അലി നടത്തിയിട്ടുള്ളത്. കളറിപ്പയറ്റ് ഒഴിവാക്കുന്നതിൽ, അത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു നടപടി സ്വീകരിക്കുന്നതിൽ ഒരു തരത്തിലുള്ള സഹായവും PT ഉഷയുടെ ഭാഗത്തുനിന്നോ ഒളിമ്പിക് അസോസിയേഷന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യു ഷറഫ് അലി വ്യക്തമാക്കുന്നത്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലും അതുപോലെ തന്നെ കായിക വകുപ്പും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള അപക്വമായ പെരുമാറ്റം ഇവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് യു ഷറഫ് അലി പറഞ്ഞു വെക്കുന്നത്. എന്തായാലും കളരിപ്പയറ്റ് ഒഴിവാക്കിയതും അതുപോലെ തന്നെ ചില സീനിയർ താരങ്ങൾ ഇത്തവണത്തെ ദേശീയ ഗെയിംസിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയതുമാണ് ഇത്തവണത്തെ ഈ ദയനീയ പ്രകടനങ്ങൾക്ക് കാരണമായതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുനിൽകുമാർ നേതൃത്വം കൊടുക്കുന്ന ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹോക്കി മേഖലയിൽ എന്ത് വികസനമാണ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളതെന്ന ഒരു ചോദ്യവും യു ഷറഫ് അലി ഉന്നയിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് മറുപടിയുമായി യു ഷറഫ് അലി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ സുനിൽകുമാർ പറഞ്ഞിരുന്നത് സംസ്ഥാന കായിക വകുപ്പ് ദയനീയമാണ്, പ്രത്യേകമായൊരു വകുപ്പ് കായിക വിഭാഗത്തിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടും സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വട്ടപൂജ്യമാണെന്ന രൂക്ഷമായ വിമർശനങ്ങളൊക്കെ തന്നെയായിരുന്നു ഗെയിംസിന് പിന്നാലെ ഉന്നയിച്ചിരുന്നത്. എന്തായാലും അക്കാര്യത്തിലാണ് മറുപടിയുമായി യു ഷറഫ് അലി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. വിനീത.